ഹലോ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ അഥവാ തലമുറകളുടെ തുടർച്ചയ്ക്ക് അഥവാ ഈ ഒരു ചിത്രം കണ്ടാൽ അറിയാലേ, ഇതൊക്കെ ഒരു ന്യൂ ജൻ അല്ലെങ്കിൽ ഒരു പുതിയ ഉറവിടം ഉണ്ടാവുകയാണല്ലോ. ഒരു പുതിയ സസ്യം മുളക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. എന്താണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സൂചന എന്ന് പറഞ്ഞത്? അതായത് ഒരു പുതിയ തലമുറ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്ന്. നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാൽ റീപ്രൊഡക്ഷൻ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ഇറ്റ്സ് യങ് വൺ. അതായത് ഒരു ജീവജാലം അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ത് എന്ന് പറയുന്നത്? പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അതായത് ഒരു മദറിൽ നിന്ന് ഒരു ഡോട്ടർ, അതായത് ഒരു അമ്മയിൽ നിന്നൊരു കുഞ്ഞുണ്ടാകുന്ന പ്രവർത്തനം പോലെ തന്നെ ഒരു മദർ സെൽസിൽ നിന്ന് ഒരു കുട്ടി സെൽസ് അല്ലെങ്കിൽ ഡോട്ടർ സെൽസ് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് എന്ത്? റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ടു ടൈപ്സ്. അതായത് ഇത് രണ്ട് വിധമുണ്ട്. ഫസ്റ്റ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് ലൈംഗിക പ്രത്യുൽപാദനമുണ്ട്. അതേപോലെ സെക്കൻഡ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ അലൈംഗിക പ്രത്യുൽപാദനമുണ്ട്. എന്താണെന്ന് നോക്കാം ഇവരുടെ ഡിഫറൻസ്. ഇതിൽ ഫസ്റ്റത്തേതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ ബഡ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈനറി ഫിഷൻ അഥവാ ദ്വിവിഭജനം നടക്കുക എന്നിങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിലോ രണ്ട് വ്യത്യസ്ത ഇനം ഗമീറ്റ്സ് കൂടിച്ചേർന്നിട്ട്, അതായത് പുരുഷനിൽ നിന്ന് സ്പേമും പെണ്ണിൽ നിന്ന് ഓവം അഥവാ എഗ്ഗ് ഒക്കെ കൂടിച്ചേർന്നിട്ട് സിക്താണ്ഡം അഥവാ സൈഗോട്ട് ഉണ്ടാവുകയും പിന്നീട് അത് ഡിവിഷൻ ചെയ്ത് ഒരു ന്യൂ വണ്ണായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ബൈനറി ഫിഷൻ അസെക്ഷലിൽ പെട്ടതാണ് ബൈനറി ഫിഷൻ, ബഡ്ഡിങ് ഫോമേഷൻ, അതേപോലെ സ്പോർ ഫോമേഷനൊക്കെ അതിൽപ്പെട്ടതാണ്. ഇനി നമുക്ക് റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് നോക്കാം. ഏതൊക്കെയാണ് പ്രത്യുൽപാദന രീതികൾ എന്ന് നോക്കാം. പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ പ്രത്യുൽപാദന രീതികൾ പ്രകൃതിയിലുണ്ട്. അതായത് നാച്ചുറൽ ഹാസ് ഡിഫറെൻറ്റ് റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് ന്യൂ ജനറേഷൻ. ഇത് നമ്മൾ ബാക്ടീരിയയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ബാക്ടീരിയയിൽ എന്താ നടക്കുന്നത്? അതായത് അതിൻ്റെ ബാക്ടീരിയയുടെ ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫോം ചെയ്യാൻ വേണ്ടി അവിടെ നടക്കുന്നത് ബൈനറി ഫിഷനാണ്. എന്താണ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ? നിലവിലുള്ള ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളായി മാറുന്നു. അതായത് എക്സിസ്റ്റിംഗ് സെൽ ഡിവൈഡ്സ് ഇൻ ടു ഫോം ടു ന്യൂ സെൽസ്, അതായത് രണ്ട് സെല്ലായിട്ട് മാറുന്നുണ്ട്. അനുകൂല സാഹചര്യത്തിൽ ബാക്ടീരിയ പോലുള്ള ജീവികളുടെ ത്വരിതഗതിയിലുള്ള വംശവർദ്ധവ് നടക്കുന്നത് പ്രധാനമായും ഇങ്ങനെയാണ്. അതായത് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ, അതായത് അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ടേക്സ് പ്ലേസ് ഇൻ എ ബൈനറി ഫിഷൻ. അവരുടെ കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ്? ബൈനറി ഫിഷൻ അഥവാ ദ്വിവിഭജനമാണ് നടക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കണ്ടാൽ അറിയാം അല്ലേ. ആദ്യം ഒരു ബാക്ടീരിയ, അത് പിന്നീട് രണ്ടായിട്ട്, ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട്, ബൈ എന്ന് പറഞ്ഞാൽ രണ്ടല്ലേ, അത് രണ്ടായി മാറി. പിന്നീട് ഈ രണ്ടും വ്യത്യസ്തമായി. പിന്നീട് ഇത് എന്ത് ചെയ്യും? ദിസ് സെൽ അണ്ടർഗോ വീണ്ടും ബൈനറി ഫിഷൻ അണ്ടർഗോ ചെയ്യും. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഫംഗസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫംഗസിൻ്റെ കേസിൽ എങ്ങനെയാണ് യങ് ബൺസ് അല്ലെങ്കിൽ പുതിയത് ഉണ്ടാകുന്നത്? സ്പോർ ഫോമേഷൻ വഴിയാണ്, അഥവാ രേണുക്കൾ വഴിയാണ് ഉണ്ടാകുന്നത്. ഇതെന്താണ് പറയുന്നത്? സ്പോർസ് ആർ മൈന്യൂട്ട് സെൽസ് ദാറ്റ് ക്യാൻ സർവൈവ് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ ആൻഡ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസം അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. അതായത് പ്രതികൂല സാഹചര്യങ്ങൾ, അനുകൂലമല്ല കേട്ടോ, അൺഫേവറബിൾ ആണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ അതിജീവിക്കാനും അനുകൂല സാഹചര്യത്തിൽ പുതിയ ജീവനായി വളരാനും കഴിയുന്ന സൂക്ഷ്മകോശങ്ങളായ രേണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന അലൈംഗിക പ്രജനന രീതിയാണ് എന്ത്? സ്പോർ ഫോമേഷൻ അഥവാ രേണുക്കൾ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഫംഗസിലാണ് കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത് ബഡ്ഡിങ് നടക്കുന്ന ഹൈഡ്രയുടെ കേസാണ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസത്തിൻ്റെ ശരീരത്തിൽ ഒരു പുതിയ ബഡ് അല്ലെങ്കിൽ ഒരു മുള വരികയും അത് പിന്നീട് ആ മുള പിന്നീട് വേറൊരു ഓർഗാനിസം തന്നെ, അതിൽപ്പെട്ട ഒരു ഓർഗാനിസം തന്നെയായി മാറുകയും ചെയ്യുന്നതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്സ് ആർ ഫോംഡ് ഇൻ ദ പാരൻറ്റ് ബോഡി, അതായത് മാതൃശരീരത്തിലാണ് എന്തുണ്ടാകുന്നത്? ബഡ് ആദ്യം ഫോം ചെയ്യുന്നത്. വെൻ ഇറ്റ് ഗ്രോ, പിന്നീട് അത് വളരുകയും ഇറ്റ് സെപ്പറേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം ദ പാരൻറ്റ് ബോഡി ആൻഡ് ഡെവലപ്സ് ഇൻ ടു ദ ന്യൂ ഓർഗാനിസം. അത് പിന്നീട് പാരൻറ്റ് സെല്ല് അതിൽ മാതൃശരീരത്തിൽ നിന്ന് വിട്ട് സെപ്പറേറ്റ് വേർതിരിയുകയും പിന്നീട് അത് സ്വന്തം വേറൊരു ഓർഗാനിസമായിട്ട് മുളച്ചു വരികയും ചെയ്യുന്നുണ്ട്. മാതൃശരീരത്തിൽ നിന്ന് മുകുളങ്ങൾ രൂപപ്പെടുന്നു. വളർച്ചയെത്തുമ്പോൾ ഇവ ശരീരത്തിൽ വേർപെട്ട് പുതിയ ജീവിയായിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്
പാർട്സ് ഓഫ് ഫ്ലവർ ആണ്. പൂവിൻ്റെ ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എന്താണ് പൂവിൻ്റെ ഭാഗങ്ങൾ? പൂവിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പെറ്റൽ. പെറ്റൽ എന്ന് പറഞ്ഞാൽ ഇതളുകളെയാണ് പെറ്റൽ എന്ന് പറയുന്നത്. പെറ്റലിന് എന്താണ് മലയാളത്തിൽ പറയുക? ദളം എന്ന് പറയും. പെറ്റലിന് മലയാളത്തിൽ ദളം. ഇവിടെ മറ്റേ പിക്ചറിൽ കാണുന്നുണ്ട്, ദളം എന്നാണ് പറയുക. അതേപോലെ പിസ്റ്റിൽ. പിസ്റ്റിലുണ്ട് പരാഗണ സ്ഥലം. അതേപോലെ സ്റ്റേമൻസ് ഉണ്ട്. സ്റ്റേമൻസിന് എന്താണ് പറയുക? കന്തുകം എന്നൊക്കെ പറയും. അതേപോലെ സെപ്പലിന് പറയുന്ന പേരാണ് വിതളം. ജനിപുടത്തിന് പറയുന്ന പേരാണ് എന്ത്? ജനിപുടം ഇവിടെ ഉണ്ടാകുന്ന കാലിക്സ് പോലെയുള്ള ഭാഗമുണ്ട് ജനിപുടം. അതേപോലെ സ്റ്റെമ്മുണ്ട് അഥവാ പൂത്തണ്ടുണ്ട്. ലീഫ് ലീഫ് പിന്നെ സാധാ ലീഫ് അല്ലേ, ഇലകളുണ്ട്. ഇതൊക്കെയാണ് ഫ്ലവറിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി പരാഗണത്തിന് മുമ്പും പരാഗണത്തിന് ശേഷവും എന്താണ് സംഭവിക്കുന്നതാണ്. പരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനേഷൻ അല്ലേ. അതായത് ട്യൂബ് ന്യൂക്ലിയസ്. ഇതിൽ പരാഗണത്തിന് മുമ്പ് പരാഗണത്തിന് ശേഷം നോക്കൂ, ട്യൂബ് ന്യൂക്ലിയസിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ജനറേറ്റീവ് ന്യൂക്ലിയസിന് എന്താണ് സംഭവിക്കുന്നത്? ജനറേറ്റീവ് ന്യൂക്ലിയസിനും അവിടെ പൂമ്പൊടി തട്ടുകയും പിന്നീട് പരാഗനാളം ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ആഫ്റ്റർ പോളിനേഷൻ സമയത്ത് ഒരു പരാഗനാളി ഫോം ചെയ്യുന്നുണ്ട്. ബിഫോർ പോളിനേഷനിൽ അഥവാ പരാഗണത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നില്ല? പോളിനേഷൻ ട്യൂബ് ഉണ്ടായിരുന്നില്ല, പോളൻ ട്യൂബ് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടെ വ്യത്യാസം. പരാഗണ രേണുവിൽ ജനറേറ്റീവ് ന്യൂക്ലിയസ്, ട്യൂബ് ന്യൂക്ലിയസ് എന്നിങ്ങനെ രണ്ട് ന്യൂക്ലിയസുകളുണ്ട്. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടില്ലേ. ദ പോളൻ ട്യൂബ് ഹാസ് 2 ന്യൂക്ലിയൈ, ദ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ദ ട്യൂബ് ന്യൂക്ലിയസ്. ദ പോളൻ ട്യൂബ് ഫോംഡ് ഫ്രം ദ pollen grain that falls on the pollination site grows towards the ovary. അതായത് പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പരാഗരേണുവിൽ നിന്ന് രൂപപ്പെടുന്ന പരാഗനാളി അണ്ഡാശയത്തിൽ നേരെ വളരുന്നു. ഇതോടൊപ്പം പരാഗണ രേണുവിലെ ന്യൂക്ലിയസുകളും പരാഗണനാളിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Along with this, the nuclei of the pollen grain also enter the pollen tube. ന്യൂക്ലിയസും പോളൻ ട്യൂബിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. The generative nucleus divides in the pollen tube and 2 sperm cells are formed. However, the tube nucleus disintegrates. അതായത് പരാഗനാളിൽ വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഉപയോഗിച്ച് 2 പുംബീജങ്ങൾ രൂപപ്പെടുന്നു. എന്നാൽ ട്യൂബ് ന്യൂക്ലിയസ് ശുദ്ധീകരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ് പിന്നീട് വിഭജിച്ച് പോകുന്നത്. അതിലുള്ള ട്യൂബ് ന്യൂക്ലിയസ് പിന്നീട് ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. One of the sperm cells that reaches the ovary through the pollen tube. അതിൽ ഒരു സ്പേം സെൽസ് എന്താ സംഭവിക്കുന്നത്? പോളൻ ട്യൂബിലൂടെ പോയി എവിടെ എത്തുന്നുണ്ട്? ഓവറിയിൽ എത്തുകയും അത് എഗ്ഗുമായിട്ട് കൂടിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അണ്ടവുമായി യോജിച്ച് സിക്താണ്ഡമായിട്ടാണ് ഫൈനലി മാറുന്നത്. അതായത് എഗ്ഗും അതേപോലെ തന്നെ സ്പേമും ചേർന്ന് എന്തായിട്ട് മാറുന്നുണ്ട്? സൈഗോട്ടായി മാറുന്നുണ്ട്. The second sperm cell fuses with the polar nuclei in the ovary. രണ്ടാമത്തത് 2 സ്പേം സെൽസ് ഇല്ലായിരുന്നു. അതിൽ ഒരു സ്പേം സെൽസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പോളൻ ട്യൂബിലൂടെ കടന്നു പോയി അത് പിന്നീട് സൈഗോട്ടായി മാറുന്നു. The second sperm cell fuses with the polar nuclei in the ovary. അതായത് ഓവറിയിലെ പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? എൻഡോസ്പം അഥവാ ബീജാന്നമാണ് ഉണ്ടാകുന്നത്. എൻഡോസ്പേം എന്തിനാണ് പറ്റുക? എൻഡോസ്പേം ബീജാന്നം ഒരു അന്നമാണല്ലേ. അത് സ്റ്റോർഡ് ഫുഡ് ഫോർ എംബ്രിയോസ് ഗ്രോത്ത്. അതായത് മറ്റൊരു സ്ഥലത്ത് സൈഗോട്ട് ഉണ്ടായിട്ടുണ്ട്, അത് പിന്നീട് എന്തായി മാറും? ഒരു കുഞ്ഞായിട്ട് മാറൂല്ലേ, ഒരു പുതിയതായിട്ട് മാറും. അതിനു വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ആരാണ്? ഈ എൻഡോസ്പേം ആണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പിക്ചറിൽ കണ്ടാൽ അറിയാം അല്ലേ. ഇതാണ് ഫെല്ലോപ്പിയൻ ട്യൂബ് അല്ല, പോളൻ ട്യൂബ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് പോകുന്നത് കണ്ടില്ലേ. ജനറേറ്റീവ് ന്യൂക്ലിയസും ഉണ്ട്, ട്യൂബ് ന്യൂക്ലിയസ് ഉണ്ട്. ട്യൂബ് ന്യൂക്ലിയസ് പിന്നീട് ഇല്ലാണ്ടായി പോകും, ശീതീകരിച്ച് പോകും. ജനറേറ്റീവ് ന്യൂക്ലിയസ് പിന്നീട് വിഭജിച്ചാണ്ട് 2 ജനറേറ്റീവ് ന്യൂക്ലിയസ് ആയി മാറും. അതിലൊരു ന്യൂക്ലിയസ് എന്താ ചെയ്യുക? ഒരു ന്യൂക്ലിയസ് അഥവാ സ്പേം സെൽസ് പിന്നീട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും. ഇത് പിന്നീട് പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലേ.
പോളാർ ന്യൂക്ലിയർ ഫ്യൂസ് ചെയ്താണ്ട് എന്തായിട്ട് മാറും? എൻഡോസ്പോം അഥവാ ബീജാനമായിട്ട് മാറും. എന്നിട്ട് ഈ ബീജാനമാണ് സൈഗോട്ടിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ.